ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ഷെയർ ചെയ്യുന്നത്. വഴുതനങ്ങ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക മസാലയിൽ വഴുതനങ്ങ പുരട്ടി വെച്ച് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വയലറ്റ് നിറത്തിലുള്ള വഴുതനങ്ങയാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയ വഴുതനങ്ങയാണ്. ഒരു 200 ഗ്രാം ഉണ്ടാവും. അത് ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് പുരട്ടാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 4 വറ്റൽമുളക് ഞാൻ അതിൻ്റെ ഞെട്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം വഴുതനങ്ങയ്ക്ക് വേണ്ട മസാലയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതിയാകും. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരണം, അതുവരെ വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി വാടി കഴിയുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 2 മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും മുളക് പൊടി ചേർക്കാം. നാടൻ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണമെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടി ചൂടായ മണം വരുമ്പോഴേക്കും ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനത് നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസായി പോകരുത്. ഈ കഷ്ണങ്ങളിൽ പുരണ്ടിരിക്കുന്ന രീതിയിലായിരിക്കണം നമുക്ക് ഇത് കെട്ടേണ്ടത്. അരച്ചെടുത്ത അരപ്പ് വഴുതനങ്ങ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലുള്ള അരപ്പ് കൈകൊണ്ട് നന്നായിട്ട് വടിച്ചെടുത്തിട്ട് ചേർക്കുക. വെള്ളം ചേർത്ത് ചുറ്റിച്ച് ചേർക്കരുത്. വെള്ളം ഒട്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പാടില്ല. ഇനി അരപ്പ് വഴുതനങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കരുത്. ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ വഴുതനങ്ങ കഷ്ണങ്ങളിൽ നിന്ന് വെള്ളം ഊർന്നു വരും. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ വഴുതനങ്ങ കഷ്ണങ്ങളിൽ മസാല നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ചൂടാക്കാം. 3-4 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മുളകൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത ഉള്ളിയാണ്. ഒരു 15 ഉള്ളി എടുത്താൽ മതിയാകും. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 8-10 വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഉള്ളിയുടെ നിറമൊക്കെ ചേഞ്ചായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് സവാള, തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ മല്ലിയില ഇതൊന്നും വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും. മീഡിയം ടു ലോ ഹീറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് ഒരു സ്പാച്ചില ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. എന്ന് വെച്ചാൽ ക്രിസ്പി ആകുമൊന്നുമില്ല കേട്ടോ, വഴുതനങ്ങയല്ലേ. പക്ഷേ ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഒത്തിരി ചേരുവകളൊന്നും ഇല്ല. ഇതിലെ മസാലയാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. പിന്നെ കുറച്ച് കയ്പ്പ് രുചിയുള്ളതാണിത്, അതുകൊണ്ട് അല്പം പഞ്ചസാര നമുക്ക് തൂവി കൊടുക്കാം. ഒരു പിഞ്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അവസാനമായി ചേർക്കാനുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സ്പ്രിംഗ് അണിയൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. സ്പ്രിംഗ് അണിയനൊക്കെ ഒന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയ വഴുതനങ്ങ സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മളിത് വെറുതെ തന്നെ കഴിച്ച് തീർക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പ്രത്യേക മസാലയാണ്, നല്ല മണമൊക്കെയാണ് വരുന്നത്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും വളരെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.